പരിപാടി ഉണ്ടെന്ന് നേരത്തെ അറിഞ്ഞല്ലേ? ഇല്ല ചേട്ടാ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ 1-2 പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ആ പ്രോഗ്രാമിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെ തിരിച്ചറിയുമ്പോൾ നമ്മളെ ആരും വിളിക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഞാൻ വന്നപ്പോൾ തൊട്ട് എന്നെ തിരിച്ചറിയുന്നവരുണ്ട് ചേട്ടാ. കൂടുതലും പ്രൊഡക്ഷനിലെ ആൾക്കാർ തൊട്ട് നമ്മുടെ ഗ്രൂമേഴ്സ് വരെയുള്ള ചേട്ടന്മാരെല്ലാം നമ്മുടെ ഫ്രണ്ട്സിനെ പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം. അവർക്ക് എല്ലാം ഒരുപാട് നന്ദി പറയുന്നു. ഈ വേദിയിൽ എൻ്റെ അച്ഛനും അമ്മേനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് സന്തോഷം. എനിക്ക് ഈ വേദി എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് തന്നിട്ടുണ്ട്. സന്തോഷം. ഒരുപാട് സന്തോഷം. ഇതിലുപരിയായിട്ട് ഞാൻ ഒത്തിരി ചാനലുകളിൽ ഓരോരോ ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വേറൊരു ഐറ്റം ക്യാരക്ടർ ചെയ്തത്, പോലീസുകാരനായിട്ട് സഹിയായിട്ട്. അർജുൻ സാറ് എന്നോട് പറഞ്ഞു, അണ്ണൻ ചെയ്യണ തകർക്കും. അതിനൊപ്പം നിന്ന് രാജേഷ് ഏട്ടൻ, ഇവിടെ ശശാങ്കണ്ണൻ, അങ്ങനെ ഗ്രൂമേഴ്സ് എല്ലാവരും കൂടെ വന്നു. പണ്ടത്തൊക്കെ കൂടുതൽ പ്രോഗ്രാമുകൾ കയറി വന്നിട്ട് ഇപ്പോൾ ഒരു വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ വരുമ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളായാലും ഇവിടെ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം അവർക്ക് പറ്റിയ കൗണ്ടറുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, നമുക്ക് പറ്റിയ നല്ല കൗണ്ടറുകൾ അവർ പറഞ്ഞു തരും. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. പ്രദീപ് നല്ല ഉഗ്രൻ സിംഗറാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു 2 വരി ഒരു പാട്ടോടൊന്ന്. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി നിലവിൽ മറந்த ചഷകം നിലവിൽ മറந்த ചഷകം നെഞ്ചിൽ പതഞ്ഞ രാത്രി അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. തകർത്ത്. ആദ്യമേ തന്നെ ലോകമെമ്പാടും വൈറലായ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ 3 ജഡ്ജസ് എന്ത് തെറ്റുണ്ടെങ്കിലും സ്നേഹത്തോടെ അവരത് തിരുത്തി തരുന്നു. പിന്നെ നല്ലൊരു കിടിലൻ ആങ്കറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സ്, അവരെ മറക്കാൻ പറ്റില്ല. രാജേഷ് ഏട്ടൻ, ശശാങ്കൻ, രാജേഷ് പാലോട്, അവരോട് ഞങ്ങളെ സഹായിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. ഒരുപാട് റിയാലിറ്റി ഷോകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡയറക്ടർ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ പുള്ളി സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് ഞങ്ങളുടെ എല്ലാം പെരുമാറുന്നത്. എടാന്ന് വിളിക്കുന്നവൻ എടാന്നും, അണ്ണാന്ന് വിളിക്കുന്നവൻ അണ്ണാന്നും. ഒരു വീട്ടിലെങ്ങനെ പെരുമാറുന്നു അതേപോലെയാണ് നമ്മുടെ അർജുൻ സാറ് ഞങ്ങൾ പെരുമാറുന്നത്. എന്നെ ഈ ഷോയുടെ ഭാഗമാക്കിയതിൽ അർജുൻ സാറിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഐറ്റം ഒരു സ്റ്റാർ അറിയാന്നുള്ള ക്രിസ്മസിന്റെ സ്റ്റാർ, അതാകുമ്പോ ചലിക്കത്തോലുമില്ല. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇതൊന്ന് എടുത്തു വെച്ചോളൂ. കോമഡി ആയിട്ട് ഫ്രഷ് ആണ്. ദീപ്തി, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയ കലാകാരന്മാരുടെ കൂടെ ഈ ഇത്രയും വലിയൊരു ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. പിന്നെ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബം പോലെ തന്നെയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സിദ്ദിഖ് സാറിനെ. കാരണം നമ്മളെപ്പോലെയുള്ള കോമഡി ചെയ്യുന്ന കലാകാരന്മാർ ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളായിരുന്നു സിദ്ദിഖ് സാറ്. താങ്ക് യു. സഞ്ജിത, ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഇത്രയും വലിയൊരു പരിപാടി പങ്കെടുക്കാൻ പറ്റിയത്, അതുപോലെ തന്നെ ഇത്രയും വലിയ കലാകാരന്മാരുമായിട്ട് ഈ ഒരു വേദി പങ്കിടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. തൊട്ടപ്പുറത്തിരിക്കുന്നവരേതാ? അവിടെ കയറി നിൽക്കേണ്ട കാര്യം സുമൻ പറയാൻ ആഗ്രഹിച്ച മുഹമ്മദ് പ്രസാദ് നല്ല ഈ സത്യം പറയാലോ, ഈ 100ാമത്തെ എപ്പിസോഡ് വരെ ഒരു ടെൻഷൻ ഇല്ലാതെ കയറിയത് ഈ ഒരു നിമിഷം. ഈ കോസ്റ്റ്യൂമിൽ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ. സാറ്, അർജുൻ സാറ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രൂമേഴ്സ്, ജീവ, നിങ്ങൾ പിന്നെ ജഡ്ജസ്, നമ്മളോട് ഫ്ലോറിലായാലും ഔട്ട് സൈഡ് കാണുമ്പോൾ തരുന്ന സപ്പോർട്ട്, എല്ലാവർക്കും നന്ദി. നമ്മൾ ഈ ടി വിയിലൂടെ മാത്രം ഞാൻ കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റുകളായി നിൽക്കുന്നതൊക്കെ, അവരുടെ കൂടെ എനിക്കൊരു അവരുടെ കൂടെ സ്കിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ദൈവാനുഗ്രഹമാണ്. പിന്നെ നമ്മുടെ ജഡ്ജസ് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഒത്തിരി സപ്പോർട്ട്, അതിപ്പം ഫ്ലോറിലായാലും പുറത്തായാലും തരുന്ന സപ്പോർട്ട്. ഗ്രൂമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരുപാട്, കാരണം സ്കിറ്റൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ മോഡുലേഷൻ ആയാലും അതൊക്കെ എനിക്ക് ഒത്തിരി പറഞ്ഞു തന്നിട്ടുള്ള എൻ്റെ ഗ്രൂമേഴ്സാണ്. അപ്പോൾ ഒത്തിരി നന്ദി. അർജുൻ സാറിന് ഒരുപാട് നന്ദി, ദൈവത്തിന് നന്ദി. താങ്ക് യു. ഒരു പാട്ട് പാടി. മൊഴിയഴകും
മിഴിയഴകും എന്നിലലിഞ്ഞമ്മ താരാട്ടിൻ രാരീരം മനസ്സിൻ നീണമായി എൻ മനസ്സിൻ നീണമായി. അടിപൊളി അടിപൊളി. നിമിഷ എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ഇത്രയും വലിയൊരു ഷോയിൽ ഒരു ഭാഗം സാധിച്ചതിന് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞാനെന്നൊരു ആർട്ടിസ്റ്റിനെ ഒരുപാട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഫ്ലോറിൽ വന്നതിന് ശേഷം. കാരണം അതിന് മെയിൻ കാരണം ഇവിടുത്തെ നമ്മുടെ പ്രൊഡ്യൂസർ അർജുൻ സാറ്, പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സ്, പിന്നെ ജഡ്ജസ്, അത്രയും ഫ്രീ ആയിട്ട് എനിക്കൊരു പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഫ്ലോറിൽ. നമ്മളിവിടുത്തെ ചേച്ചിമാർ അവരെന്ന് വെച്ചാൽ ഭയങ്കര, നമുക്കൊരു ചായ ചോദിച്ചാൽ ചിരിച്ചോട് നമുക്ക് എടുത്തു തരും. നമ്മൾ വീട്ടിലൊരു അംഗത്തെ പോലെ ചിരിച്ചോട് നമുക്ക് എടുത്തു തരുന്ന ചേച്ചിമാരാണ്. പിന്നെന്താ, പിന്നെ നമുക്ക് പേയ്മെന്റ് ഒക്കെ കറക്റ്റ് സമയത്ത് വിളിച്ച് ചോദിക്കുമ്പോഴേക്ക് ഇട്ട് തരുന്നത് നമ്മുടെ ഇത് കഴിഞ്ഞത് കാണാം. രാജേഷ് കൊട്ടാരത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത്രയും നല്ല മെമിക്രി കലാകാരന്മാരുണ്ടെന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഐറ്റം ടീമിന് ബിഗ് സല്യൂട്ട്. എനിക്ക് ഈ ഐറ്റം വരെ വന്നതിൽ ഒരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോണിലൊക്കെ പല സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെയൊക്കെ പോകണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം നമുക്ക് പണ്ട് പോലെ തോന്നുമല്ലോ. ഈ ഐറ്റം വേറെ വന്നേ പിന്നെ ഒരു 4 രാജ്യത്ത് ഞങ്ങൾക്ക് പോകാനൊരു ഭാഗ്യം വന്ന് നിൽപ്പുണ്ട് ജനുവരി മാർച്ചിലോട്ട്. അടിപൊളി അടിപൊളി അടിപൊളി. മാഷേ, സുഹിത്ത് മാഷേ, നമ്മളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എനിക്കൊരു പ്രധാനപ്പെട്ട റിക്വസ്റ്റ് ഉണ്ട്, ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ ഈ സ്കിറ്റുകൾ മൊബൈലിൽ കൂടെ ടി വി കൂടെ ഒക്കെ കാണുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വരുമ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് പറയും ജഡ്ജസിൻ്റെ ചിരി കാരണം ചില കൗണ്ടറുകൾ കേൾക്കുന്നില്ല, ഇവർക്ക് ചിരി നിർത്തിക്കൂടെ എന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. പക്ഷേ ഒരു കൗണ്ടർ അടിക്കുമ്പോൾ ഇവരൊന്ന് ചിരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുങ്ങുന്നത് നിങ്ങൾ മനസ്സിലാകുന്നില്ല. അപ്പോൾ അത്രമാത്രം ഇവരൊന്ന് ചിരിക്കണേ എന്ന് നമ്മൾ ഏതെല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ കയറുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. അവിടെ പറയാം ചിരിക്കരുതെന്ന്. അപ്പോൾ ഇവര് ചിരിച്ചില്ലെങ്കിലുള്ളൊരു അവസ്ഥയെന്ന് നോക്കിയേ അതവിടെ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവര് ചിരിക്കണം, നന്നായിട്ട് ചിരിച്ചാലേ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരവസരത്തിൽ പറയുകയാണ്. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഞങ്ങളെ അല്ല എന്നെ ഇത്രയും ആക്കിയത് ഈ ഫ്ലോറാണ്. പോലെ അർജുൻ സാറിനോട് ഒരുപാട് നന്ദി. ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. ഇപ്പം വെളിയിൽ ഇറങ്ങിയാൽ ആര് ഒരൊറ്റ നടന്ന് എന്നെ പിടിക്കും, എങ്ങും ഒന്ന് പോകാൻ പൈസ മേടിച്ചാൽ കൊടുക്കണം. ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഇത് ഐറ്റം വേറെ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിന്റെ ഇൻട്രോ പറഞ്ഞ് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്തതിന് ശേഷം ഐറ്റം വേറെയുടെ ആദ്യത്തെ സ്കിറ്റ് അവതരിപ്പിച്ച ടീം സനീഷ് ആൻഡ് ഫാമിലിയാണ്. ആ ഐശ്വര്യമുണ്ട്. 101ാമത്തെ എപ്പിസോഡ് പറ. വളരെ സന്തോഷം. കാരണം ഇത്രയും നിൽക്കുന്ന ഈ കലാകാരന്മാരെ നമ്മൾ ശരിയൊക്കെ പറഞ്ഞ ടി വിയിലൂടെ കണ്ടാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചാനലൊക്കെ പ്രോഗ്രാം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ആഗ്രഹിച്ച് വന്ന് ഒരു സുപ്രാതി ദൈവം എൻ്റെ ഫാമിലിയെ എല്ലാവരും കൊണ്ട് തന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരുടെ പോയ ഫസ്റ്റിൽ വയ്ക്കുന്നത് സൈന്ധവേ, അതിനൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാനും അവരോട് പോയാലും ഞാൻ തന്നെ പോയാലും ചോദിക്കും ആൾക്കാർ സൈന്ധവ് എന്തിയെന്ന് ചോദിക്കും. അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിനൊരു അവസരം തന്നത് ഞാൻ ചിലപ്പം കരക്കട്ടെ അർജുൻ സാറും മറ്റു ടീമുകളെല്ലാം. പിന്നൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്ത് അതൊരു അവാർഡായിട്ട് തോന്നി. കാരണം ഞങ്ങൾക്കൊരു ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു പെണ്ണക്കര വിശ്വഭാരതി ഗ്രന്ഥശാലയിൽ വെച്ച്. അപ്പോൾ അതിൻ്റെ സംഘാടകർ ഞങ്ങളെ ആദരവിന് ക്ഷണിച്ചു. ഞങ്ങൾ നടന്ന് ഇവിടെ ചെന്നപ്പോഴത്തേക്ക് ആ സംഘാടകരിൽ ഒരാളെ രമേശ് പ്രസാദ് സാർ എന്ന് പറയും. അദ്ദേഹം MLA ഓഫീസിലെ സ്റ്റാഫാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ പരിചയപ്പെടുത്തിയത് മലയാളത്തിലെ പ്രമുഖ നടൻ, മലയാള സിനിമയിലെ നടൻ ഷാജോൺ ഈയിടെ മന്ത്രിയുടെ ഓഫീസിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹം ചെങ്ങന്നൂരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ചോദിച്ചത് സനീഷ് മുഖശ്രീ അറിയുമോ എന്നാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിട്ടാണ്. കാരണം അത്രയും ആളുടെ മുകളിൽ ചെങ്ങന്നൂർ കാരണം സനീഷ് മുഖ് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ അവിടെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ ഒരു അവാർഡ് മേടിച്ചതായിട്ട് ഞങ്ങൾക്ക് തുല്യമായിട്ട് തോന്നി. അതിന് എല്ലാവരോടും ഞങ്ങളുടെ താങ്ക്സ് അറിയിക്കുന്നു. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. 4 പേര് നാടൻപാട്ട് പാടും. ഓക്കെ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ,
എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഏങ്ങളെൻ്റെ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കറുപ്പുള്ളൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. തകതാര തകതാരതിത്തൈ താരാരാരോ തകതാര താര താരതിത്തൈ താരാരാരോ തകതാര തകതാരതിത്തൈ താരാരാരോ തകതാര താര താരതിത്തൈ താരാരാരോ. അടിപൊളി.